ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ കുറേ വീഡിയോസ് ഇട്ടിരുന്നു. അതിന്റെ ഇടയിൽ കുറേ കമന്റുകളും വന്നിരുന്നു കേട്ടോ. അപ്പൊ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് അനുഭവപ്പെട്ട അനുഭവങ്ങളും അതുപോലെ എൻ്റെ എക്സ്പീരിയൻസും ആണ് ഞാൻ സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചത്. അതിനി ഒരാൾക്കും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് പങ്കുവെച്ചത്. അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് സ്ത്രീകൾ തന്നെയാണ് പറയുന്നത്, നിനക്ക് നാണമുണ്ടോടി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയാൻ, നിന്റെ കുടുംബക്കാരെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു ചാനലാണോടി, അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ കമന്റുകൾ ഞാൻ കണ്ടു കേട്ടോ. ഞാൻ എന്തിനാ നാണിക്കണേ? എനിക്ക് എന്റെ അനുഭവങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഐശ്വര്യറായുടെ അനുഭവം ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് നേരിട്ടത് ഇങ്ങനത്തെ ബാഡ് അനുഭവങ്ങളാണ്. ഇനി ആർക്കും അത് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം വന്ന് നിങ്ങളോട് ഷെയർ ചെയ്ത് കേട്ടോ. പട്ടിണി കിടന്നിട്ടില്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ വിശപ്പിന്റെ കാര്യം പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവത്തില്ല. അതുപോലെ ദാരിദ്ര്യം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ പോയിട്ട് ഇല്ലായ്മയുടെ കാര്യം അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവത്തില്ല. അത് അവരുടെ കുറ്റമല്ല കേട്ടോ. അവര് അങ്ങനെയൊന്നും ഇല്ലാത്തവര് ആശ്വസിക്കാം. നിങ്ങൾക്ക് അതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഈ ഒരു സമൂഹത്തിൽ നിന്ന് അബ്യൂസ് ചിലപ്പോൾ നേരിട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രകടിപ്പിക്കുന്നത് കേട്ടോ. കുറേ സ്ത്രീകൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓടി വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമല്ലായിരുന്നു. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഞാൻ 7ാമത്തെ ദിവസമല്ല ഇവിടെ ഒന്നും പറയുന്നത്. ഞാൻ ഈ ഒരു പ്രശ്നം പല രീതിയിൽ സോൾവ് ചെയ്യാൻ നോക്കിയ ഒരാളാണ്. ഞാൻ ആദ്യം തന്നെ ആ വീട്ടിലാണ് അവതരിപ്പിച്ചത്, ഇങ്ങനെയൊക്കെ എനിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന്. അവരത് മൈൻഡ് പോലും ചെയ്തില്ല. കാരണം അത് എന്റെ പ്രശ്നമല്ലേ. ഇപ്പൊ അവരുടെ മകളുടെ പ്രശ്നമായിരുന്നെങ്കിൽ അവർക്ക് അത് തിരിച്ചറിയാനും അവർക്ക് അത് സോർട്ട് ഔട്ട് ചെയ്യാനും കഴിയുമായിരുന്നിരിക്കാം. പക്ഷെ ഞാൻ മരുമോളെ കണ്ടത് അത്രയും ഇതായില്ല അവർക്ക്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ അവർക്ക് പള്ളിയിലൊക്കെ വിശ്വാസമുള്ളവർ, എന്നാൽ പള്ളി മുഖേന നമുക്ക് ശ്രമിക്കാന്ന് വിചാരിച്ച് ആ രീതിയിൽ ആദ്യം ശ്രമിച്ചു. എന്നിട്ടും അത് ഓക്കെ ആയില്ല. അവരെ പലരും ശ്രമിച്ചു, പലരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും ഓക്കെ ആയില്ല. അതും കഴിഞ്ഞ് ഞങ്ങളുടെ കൗൺസിലർ മുഖേന ഞാൻ ശ്രമിച്ചു. എന്നിട്ടും അവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് മാത്രമല്ല, കൗൺസിലർ പോയി സംസാരിച്ചപ്പോൾ മുഖത്തേട്ട് വാതിലടച്ചിട്ട് അവരെ ഇറക്കി വിടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കേസ് ഫയൽ ചെയ്തു. കാരണം എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത്. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇത് വന്ന് പറയാൻ കാരണം, ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയാൻ കാരണം, എന്നെ പോലെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടോട്ടെ, അവരുടെ ജീവനെങ്കിലും നിലനിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് അനുഭവപ്പെട്ട അനുഭവം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്നെ പോലെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടോട്ടെ, അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തിന് നന്മയായിട്ടൊരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് മാറിപ്പോവുക. നിങ്ങൾക്ക് വിധിച്ച വീഡിയോ അല്ല എന്ന് തന്നെ വിചാരിക്കുക. എനിക്ക് എന്റെ അനുഭവം അല്ലേ പറയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു അമ്മായിമേനും അമ്മായസനെയൊക്കെ ആയിരിക്കും. അതിൽ നിങ്ങൾ സന്തോഷിക്കുക. എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൈസ കൊടുത്തിട്ട് അരി മേടിച്ചിട്ട് ആഹാരം കഴിക്കും. ഇവരങ്ങനെയല്ലെന്ന് തോന്നുന്നു. ഇവര് പണം പുഴുങ്ങി തിന്നുവാന്ന് തോന്നുന്നു. എത്ര കിട്ടിയാലും ഇവർക്ക് മതിയാവുന്നില്ല. എന്തോരം കിട്ടിയാലും ഇവർക്ക് ആവശ്യം തീരുന്നില്ല. അതുകൊണ്ടാണ് ഇത് മെൻഷൻ ചെയ്ത് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ ചേർത്ത് നിർത്തത്തല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇത് പറയോ? ആരെങ്കിലും പറയോ നല്ലൊരാളെ കുറിച്ച് ഇങ്ങനെ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ അതെന്താ ചിന്തിക്കാത്തത്? അതുപോലെ വേറൊരു സ്ത്രീ വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭർത്താവിനെ ഞാൻ തട്ടിയെടുത്തു. ഞാൻ എന്തുപോലെ കുറുവാ സംഘത്തിൽ പെട്ടതാണോ തട്ടിയെടുത്തോണ്ട് പോവാൻ? എനിക്കറിയാൻ വയ്യാണ്ട് ഞാൻ ചോദിക്കുവാ ചേച്ചി. വീഡിയോ എടുത്തിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാണ്ട് എന്റെ ഗാലറിയിൽ വെച്ചിട്ട് വലിയ കാര്യമുണ്ടോ? 4 ആൾ അറിയണ്ടേ? അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും സമാധാനം പറയൂ? ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് മിണ്ടാണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഊമയൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്താ മിണ്ടാണ്ടിരിക്കണോ? ഇതിന്റെ ആവശ്യം എന്താ? മറ്റുള്ളവരുടെ തല്ലുകൊള്ളേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഇങ്ങനെ കൊടുത്തിട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടോ അയ്യോ സാരമില്ല ദൈവം തരുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ എന്നോട് പറ്റത്തില്ല. കാരണം ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാ. അതുകൊണ്ടാണ് 4 ആൾ അറിയട്ടെ. 4 ആൾ അറിയുമ്പോ അങ്ങനെയൊരു നാണം ഉണ്ടാവുമല്ലോ. അങ്ങനെ അവനൊന്ന് പണിക്കോട്ടെ എന്ന് വിചാരിച്ചായി പറയണേ. കാരണം കൊടുത്തു വയ്യാണ്ടായി. കാരണം കൊടുക്കുന്നവൻ കൊടുത്തോണ്ടേയിരിക്കും, വാങ്ങിക്കുന്നവൻ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അതാണ് സമൂഹത്തിൽ നടക്കുന്നത്. അത് നിങ്ങൾക്ക് അനുഭവമില്ലാത്തത് നിങ്ങളുടെ ആരും ഊറ്റി വാങ്ങിക്കുന്നില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ പണിക്ക് പോകാത്ത ആളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് എങ്ങനെ മേടിക്കാനാ? നിങ്ങൾ ചിലപ്പോൾ ആരിലും ഊറ്റിയിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഈ ദണ്ണം കത്തുന്നത്. അതാണ് ഈ കമന്റ് വന്ന് പറയുന്നത്. അത് മാത്രമല്ല, മുറിയും തുമ്പും കേട്ടുകൊണ്ട് കുറേ പേര് വന്ന് പറയും. അത് ആ ഫുൾ വീഡിയോ കാണുന്നില്ല. എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പോലും കേൾക്കാണ്ട് അവിടെ ഇവിടെ കേട്ടിട്ട് അങ്ങനെ കാണണ്ട. നിങ്ങൾ അപ്പോഴേ നിങ്ങൾ കാണണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ കമന്റ് അടിക്കാണ്ടിരിക്കുക. അതാണ് വേണ്ടത്. സോഷ്യൽ മീഡിയ ആവുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടുന്നവരും എനിക്ക് പറയാനുള്ളത് പറയുന്നവരും ഒക്കെ വരും. നിങ്ങളുടെ ചെലവിലൊന്നും അല്ലല്ലോ, എന്റെ ചെലവിലല്ലേ ഞാൻ ജീവിക്കുന്നത്. അപ്പൊ കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ എന്തെങ്കിലും വന്ന് തുറന്നു പറഞ്ഞാൽ പറയും അഹങ്കാരിയാന്ന്, അല്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരുന്നാ പറയും അവർക്ക് ഭയങ്കര അഹംഭാവമാ അതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കണേന്ന്. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാൽ മിണ്ടാണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എല്ലാവരും നന്നാവണമെന്നൊന്നുമില്ല. ചിലരെങ്കിലും ഒരു പേടി ഉണ്ടാവുമല്ലോ. ആരെങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് അവർ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് സോഷ്യൽ മീഡിയ കൂടെ കൂടി 4 ആൾ അറിയുന്നെങ്കിലും തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് അതിൽ ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്നേ നിങ്ങൾ അങ്ങനെങ്കിലും വിചാരിക്കും. ആണുങ്ങൾ ആരുമല്ല ബാഡ് കമന്റ് ആയിട്ട് ഇതൊന്നും അടിക്കുന്നത്, പെണ്ണുങ്ങൾ മാത്രം ഇരുന്നാന്ന് ഓർക്കണം. അപ്പൊ ഞാനൊരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് ഞാൻ ബ്ലീഡിങ് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ഒരു സ്ത്രീ പറഞ്ഞു ബ്ലീഡിങ് എന്ന് പറഞ്ഞു. പിന്നെ ബ്ലീഡിങ്ങിന് ഞാൻ പിന്നെ എന്താ പറയണ്ടേ? വേറൊരു വാക്കെന്നാ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. രക്തവാർവെന്നോ എന്താ പറയണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ. ബ്ലീഡിങ് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അതൊരു മെഡിക്കൽ ടൈം അല്ലേ? പിന്നെ ചോരയെന്ന് പറഞ്ഞിട്ട് പിന്നെ പുണ്യാഹം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ?
എനിക്കൊക്കെ ചോരയെ വന്നെ, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഉള്ളതായിരിക്കും വരുന്നത്, എനിക്കറിയത്തില്ല ഒന്നും. അപ്പൊ എനിക്കുള്ള അനുഭവം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, എനിക്കുള്ള കാര്യങ്ങളല്ലേ എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് പറയാൻ കേട്ടോ. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് വന്ന കമന്റ്സ് ഒക്കെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കുറെ എനിക്ക് വയ്യ പറഞ്ഞ് മനസ്സിലാക്കാൻ. അവർ മനസ്സിലാക്കണ്ട, അവർ ഈ അമ്മായിമ്മയുടെ തല്ലും നാത്തൂന്റെ പോരും എല്ലാം സഹിച്ച് അങ്ങോട്ട് കിടന്നു. പക്ഷെ എല്ലാവരും അങ്ങനെ നിർബന്ധിക്കണ്ട, നിങ്ങൾ അങ്ങ് സഹിക്കി, അവര് സഹിക്കി ഇവര് സഹിക്കുന്നു പറയണ്ട. എന്റെ 75 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത്. എനിക്ക് ലോട്ടറി അടിച്ച കാശല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. എന്റെ ഭർത്താവും ഞാനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. പിന്നെ ഭർത്താവ് 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 എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഭർത്താവുണ്ട്, ഞാൻ കല്യാണം കഴിച്ചതാ, എനിക്കൊരു കൊച്ചുമുണ്ട്, ഞങ്ങൾ 3 പേര് അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം എന്റെ. അപ്പൊ ഞാൻ ഭർത്താവിന് ഭർത്താവ് എന്നല്ലാണ്ട് പിന്നെ കർത്താവ് എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സുഖച്ചേട്ടനോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ പേര് എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ ഭർത്താവിന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിന്റെ ഭർത്താവ് ചിലപ്പോൾ കുടുംബം നോക്കാത്ത ഒരാളായിരിക്കും. എന്റെ ഭർത്താവ് എന്റെ കുടുംബം നോക്കുന്ന ആളാ, എന്നെ സംരക്ഷിക്കുന്നുണ്ട് അദ്ദേഹം. പിന്നെ ഞാൻ എന്താ അയാളെ പറയണ്ടേ? പിന്നെ എന്റെ വീട്ടുകാരെ കുറിച്ച് നീ ഇവരെ മാത്രം കുറിച്ച് പറഞ്ഞല്ലോ, നിന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ വീട്ടുകാർ ഇതിനകത്തൊന്നും ബന്ധപ്പെട്ട ആൾക്കാരല്ല. അവര് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നപ്പോ അന്ന് തന്നെ അടിച്ചിറക്കി വിട്ടു. അതിനുശേഷം ഭർത്താവും എന്റെ വീട്ടുകാരും അതുപോലെ ഭർത്താവിന്റെ വീട്ടുകാർ പരസ്പരം കണ്ടിട്ടില്ല. എന്റെ വീട്ടിൽ പോലും എന്റെ ഭർത്താവിന്റെ ആൾക്കാർ വന്നിട്ടില്ല. എനിക്കൊരു 1.5 വയസ്സായ കുഞ്ഞുണ്ട്, അതിനെ പോലും തിരക്കി വന്നിട്ടില്ല ഇതുവരെ. അതിന്റെ അടുത്ത് സംസാരിക്കുമോ അല്ലെങ്കിൽ അത് ആണാണോ പെണ്ണാണോ എന്ന് ഇതുവരെ നോക്കിയിട്ടില്ല. ഒരാളുടെ അടുത്ത് പോലും. ശരി, എനിക്കൊരു ശത്രുത ഉണ്ടാവുമായിരിക്കും, പക്ഷെ വേറൊരാളുടെ അടുത്തെങ്കിലും പറയില്ലേ അവന്റെ ഒരു കുട്ടിക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് പോലും ചോദിക്കാൻ അവർ വന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇനി അവരെ ന്യായീകരിക്കുകയാണെങ്കിൽ ഞാൻ എന്തോ പറയാനാ? ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളുടെ അടുത്ത് ലൈവായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് പരദൂഷണം പറയുമല്ല. ഞാൻ ഇങ്ങനെ സത്യമായിട്ടുള്ള കാര്യമല്ല, എൻ്റെ ഒരു തെളിവില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല അവരും കണ്ടുകൊണ്ടിരിക്കുമോ അവിടെ. അപ്പൊ അവർക്ക് തിരിച്ച് ഓപ്പോസിറ്റ് എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും വീഡിയോ ഇടാലോ, അവർക്കും വീഡിയോ ഇടാം. അല്ലെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചേക്കുക. അവരാരും വന്ന് ഒരു കമന്റ് പോലും അടിച്ചിട്ടില്ല. കാരണം എന്തായിരിക്കും? അതെന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് ഇനി ഇതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ചെയ്യാൻ വയ്യ. അപ്പൊ ഇതേ ഉള്ളൂ കേട്ടോ. നന്ദി.